बजने लगी सारी शहनाइयाँ जैसे खुशी ने ली अंगड़ाइयाँ. അമലു ഏകദേശം ഒരു 6-7 വർഷമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആള് ഇപ്പം പോകുമ്പോൾ വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ആള് വരാൻ വേണ്ടി ഓരോ ടൈമും ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആളുമായിട്ട് തല്ലുകൂടാറുണ്ട്. മൂത്ത ഒരാളാണെങ്കിലും ഞങ്ങളുടെ ഒരു ഇളയ ഒരാളായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആള് എന്താ പറയുക, നമുക്ക് കൂടുതൽ ഞങ്ങളുമായിട്ട് ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ ആളിപ്പോൾ നിലവിൽ ഇപ്പം കല്യാണമൊക്കെ ആയി ഇങ്ങനെ പോകാന്ന് കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവളെ എപ്പോഴും അവളെങ്കിൽ സ്നേഹത്തോടെ വരുന്ന ഒരാളാണ്. ഞാൻ അവളെ ഇപ്പം എന്ത് ചെയ്യാൻ വന്നാലും ഞാൻ എപ്പോഴും പറയും പോടി, എനിക്കൊന്നും ഇനി ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ ചുമ്മാ അറിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒരു ഇത് വന്നത്, അത് വന്നത്. ഇപ്പം അവളെ കുറിച്ച് എന്താ പറയാ, ഇപ്പൊ ഓർക്കുമ്പോൾ ഒരു സങ്കടം പോലെ അന്നങ്ങനെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മൂത്ത ചേട്ടത്തി ആണെങ്കിലും ഞങ്ങളെ ഒരു അനിയത്തിനെ പോലെ അവളെ കണ്ടോണ്ടിരുന്നത്. എല്ലാ കാര്യവും ഞങ്ങളവളെ ഒരു അനിയത്തിനെ എങ്ങനെയാണ് നോക്കുന്നത്, ഞങ്ങളെല്ലാം അവളെ അതുപോലെയാണ് നോക്കിയത്. അവളാണ് മൂത്തെങ്കിലും ഞങ്ങൾ അനിയത്തിനെ കൊണ്ടു നടക്കുന്ന പോലെ അവളെ കൊണ്ടുവരുന്നത്. അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണേലും അവളുടെ കാര്യം തീരുമാനിക്കുന്നതാണേലും എല്ലാം അവളെ ഞങ്ങളോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഫാദറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ എന്ന് പറയുന്നത്. കല്യാണത്തിന് തൊട്ട് മുമ്പ് റിസൾട്ട് വന്ന് ഡോക്ടർ അലിഫിയ കബീർ എന്ന് പറയുന്ന ഒരു പാർട്ട് വരുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് ഫാദറിനാണേലും, കാരണം അത് അവളുടെ മാത്രം അച്ചീവ്മെൻ്റ് അല്ല, അത് ഞങ്ങളുടെ കൂടെ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കണം. എന്തിനാണെങ്കിലും അവൾക്ക് അവളുടേതായ ഡിസിഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും അവളൊരു ഒപ്പീനിയൻ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് ആ ഒരു ഒപ്പീനിയൻ ഒരാളുകൂടെ ഞങ്ങൾക്ക് കിട്ടി. അതായത് ഞങ്ങൾക്ക് ഒരു മെമ്പർ കൂടെ ഫാമിലിയിലായി. അവളുടെ സന്തോഷങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന, സങ്കടങ്ങൾ കൂടെ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ ഫാസിലിക്കയോട് ഞങ്ങൾക്ക് വലിയ രീതിയിൽ താങ്ക്സ് പറയാനുണ്ട്. ഈ പൊന്നുപോലെ ഞങ്ങളുടെ അമലുവിനെ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെങ്ങനെയാണോ അവളെ കെയർ ടേക്ക് ചെയ്തത് അതുപോലെ തന്നെ അവളെ ഇനി അങ്ങോട്ട് ഞങ്ങൾ തരികയാണ്.